കുറുപ്പ് അപശകുനമായി അജിത ബീഗം തെറിച്ചു. ക്രൈംബ്രാഞ്ച് IG ആണ് അജിത ബീഗം. അജിത ബീഗം ചുമതലയേറ്റതിന് ശേഷമാണ് ലോങ് പെൻഡിങ് കേസുകളെല്ലാം പരിശോധിച്ചു തുടങ്ങിയത്. ഏതാണ്ട് 10,000-ഓളം വരുന്ന ലോങ് പെൻഡിങ് കേസുകളാണ് അന്വേഷണത്തിനായി ഉള്ളത്. അതിൻ്റെ ഭാഗമായി ഈ ഫയൽ പരിശോധിച്ചപ്പോഴാണ് സുകുമാരക്കുറുപ്പിൻ്റെ കേസ് അജിത ബീഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മാവേലിക്കര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ PS ക്രൈം നമ്പർ 22/87 എന്ന് പറയുന്ന കേസാണ് സുകുമാരക്കുറുപ്പിന് എതിരായിട്ടുള്ളത്. അതായത് ചാക്കോയെ കൊന്ന സുകുമാരക്കുറുപ്പിന് എതിരായിട്ടുള്ളത്. അപ്പോൾ സുകുമാരക്കുറുപ്പിനെ വീണ്ടും കണ്ടെത്തും എന്നുള്ളൊരു പ്രതീക്ഷ പൊതുവെ അജിത ബീഗത്തിൻ്റെ ഈ ഒരു ഇടപെടലോടുകൂടി ഉണ്ടായി. കാരണം ക്രൈംബ്രാഞ്ച് സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് പറയുന്ന നഴ്സായിട്ടുള്ള രത്നമ്മ, ചെറിയനാട്ടുകാരിയാണ്, അവരുടെ മൊഴി രേഖപ്പെടുത്തിയതോടുകൂടി വീണ്ടും സുകുമാരക്കുറുപ്പിൻ്റെ കേസ് സജീവമായി മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഇടം പിടിക്കുകയൊക്കെ ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സുകുമാരക്കുറുപ്പാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. സുകുമാരക്കുറുപ്പ് എവിടെയാണ്, സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടുണ്ടോ അതോ ജീവിച്ചിരിപ്പുണ്ടോ തുടങ്ങിയിട്ടുള്ള നിരവധി ചർച്ചകൾ അജിത ബീഗത്തിൻ്റെ ഈ ഒരു നടപടിയോടുകൂടി ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ തലപ്പത്ത് വലിയൊരു അഴിച്ചുപണി നടന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന് അധിക ചുമതല നൽകിയിരിക്കുകയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ അധിക ചുമതലയാണ് അജിത ബീഗത്തിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, സുകുമാരക്കുറുപ്പിന്റെ ഈ ഒരു അന്വേഷണം അജിത ബീഗത്തിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. പകരം IG ശ്യാം സുന്ദർ ആയിരിക്കും ഇനി സുകുമാരക്കുറുപ്പിന്റെ കേസ് അന്വേഷിക്കുക. അജിത ബീഗത്തിന് മറ്റൊരു അധിക ചുമതലയോടുകൂടിയുണ്ട്. അതായത് കോഴിക്കോട് മേഖലയുടെ ചുമതല കൂടി അജിത ബീഗത്തിന് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ചിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അധിക ചുമതല, ക്രൈംബ്രാഞ്ചിന്റെ കോഴിക്കോട് മേഖലയുടെ ചുമതല കൂടി അജിത ബീഗത്തിന് വന്നതോടുകൂടിയാണ് സുകുമാരക്കുറുപ്പിന്റെ ഈ കേസ് അന്വേഷിക്കാനായി IG ശ്യാം സുന്ദറിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആ കേസ് അന്വേഷിക്കുന്നത് IG ശ്യാം സുന്ദർ ആയിരിക്കും. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ രത്നമ്മയുടെ മൊഴിയാണ് ഏതാണ്ട് 42 വർഷം മുൻപ് സംഭവിച്ചിട്ടുള്ള ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു മൊഴിയാണ് രത്നമ്മ നൽകിയിരിക്കുന്നത്. അത് നേരത്തെയുള്ള അന്വേഷണ സംഘത്തിന് കൊടുത്തൊരു മൊഴിയാണ്. കാരണം താൻ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആയിരുന്നപ്പോൾ അവിടെ ഛത്തീസ്ഗഡിലെ ആശുപത്രിയിൽ ഒരാൾ വന്നിരുന്നു. അയാൾ ICUവിലായിരുന്നു. അയാളെ വാർഡിലേക്ക് മാറ്റിയപ്പോൾ താൻ വിശദാംശങ്ങൾ ചോദിച്ചു. അപ്പോൾ ചെങ്ങന്നൂർ അറിയാം, അതേപോലെ ചെറിയനാട് അറിയാം. അപ്പോൾ രത്നമ്മ തിരികെ സുകുമാരക്കുറുപ്പിനൊരു ബന്ധുവിൻ്റെ കാര്യം ചോദിച്ചു. അയാളെ അറിയാമെന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഇയാൾ അപ്രത്യക്ഷമാവുകയായിരുന്നു എന്നാണ് രത്നമ്മയുടെ ഒരു മൊഴി. ആ മൊഴി വീണ്ടും ഇപ്പോൾ രേഖപ്പെടുത്തിയതോടുകൂടിയാണ് സുകുമാരക്കുറുപ്പ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. അതിന് കാരണക്കാരിയായിട്ടുള്ളത് പുതിയ ക്രൈംബ്രാഞ്ചിന്റെ IG ആയി വന്ന അജിത ബീഗമാണ്. അപ്പോൾ അജിത ബീഗം ഇപ്പോൾ ആ കേസിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്നില്ല. അതിനു മുൻപ് തന്നെ അവരെ മറ്റു ചുമതലകളിലേക്ക് കൂടി മാറ്റിയിരിക്കുകയാണ്. ഇനി ആ കേസിൻ്റെ പുരോഗതി എത്രത്തോളം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് IG ശ്യാം സുന്ദർ എടുക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ശ്യാം സുന്ദർ ഈ കേസിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും സുകുമാരക്കുറുപ്പിൻ്റെ കേസ്. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, സുകുമാരക്കുറുപ്പിൻ്റെ ഈ കേസ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് ഒരു പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ ഉദ്ദേശമായിരിക്കാം. അല്ല എങ്കിൽ തുടരന്വേഷണമായിരിക്കണം ക്രൈംബ്രാഞ്ചിന്റെ ഉദ്ദേശം. ഇത് രണ്ടിലെ ഏതാണ് എന്നതിനെക്കുറിച്ച് അജിത ബീഗമോ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളോ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു വിവരം പുറത്തേക്ക് വിട്ടിട്ടില്ല. അപ്പോൾ ഒന്നുകിൽ സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടുണ്ടോ അതോ ജീവിച്ചിരിപ്പുണ്ടോ, ഈ 2 ചോദ്യങ്ങളാണല്ലോ പ്രധാനമായും ഉയർന്നു വരുന്നത്. അയാൾക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 82 വയസ്സിനടുത്ത് കാണും. അപ്പോൾ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് അയാൾ ജീവിച്ചിരിക്കുന്നത്? അയാളെ കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതല. ഇനി അഥവാ മരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മരിച്ചത്, എവിടെ വെച്ചാണ് മരിച്ചത് എന്നതിനെ കുറിച്ചും അറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ ലോങ് പെൻഡിങ് ആയിട്ടുള്ള ഈ ക്രൈം ഫയൽ അടയ്ക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ 2 കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് അറിയുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം കഴിഞ്ഞ ദിവസം ഈ ഫയൽ വീണ്ടും അജിത ബീഗം ഓപ്പൺ ചെയ്തത്. അതുപോലെ തന്നെ ബാക്കി ഒരു 10,000-ഓളം വരുന്ന ലോങ് പെൻഡിങ് കേസുകളുണ്ട് ഇത്തരത്തിൽ സുകുമാരക്കുറുപ്പിൻ്റെതുപോലെ തന്നെ. അവയെല്ലാം തന്നെ ഈ അന്വേഷണം തുടരേണ്ടതുണ്ട്.
പലതിലും പല രീതിയിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന കേസുകളാണ്. അതിനെയൊക്കെ തന്നെ വീണ്ടും അന്വേഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ അന്വേഷണ പുരോഗതി എവിടം വരെയാണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ നിരവധി ചുമതലകളാണ് അജിത ബീഗത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ ആ അജിത ബീഗത്തെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പകരം IG ശ്യാം സുന്ദർ സുകുമാരക്കുറുപ്പിൻ്റെ ഈ കേസ് അന്വേഷിക്കും. അദ്ദേഹത്തിൻ്റെ അന്വേഷണ പാടവം ഇനി നമുക്ക് തിരിച്ചറിയാനിരിക്കുന്നതേ ഉള്ളൂ. അജിത ബീഗം തുറന്നു വെച്ച ആ ഫയൽ തീർച്ചയായും ശ്യാം സുന്ദർ ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.